ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു അടിപൊളി തോരനായിട്ടാണ് കേട്ടോ. ഇത് തയ്യാറാക്കിയിട്ടുള്ളത് പപ്പായ കൊണ്ടാണ്. അപ്പോൾ പപ്പായ എങ്ങനെ വെച്ചെടുത്തിട്ട് കഴിക്കാത്ത കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊരു ഐറ്റം നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു നോക്കൂ. അവർ തീർച്ചയായും ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. പപ്പായ ആരോഗ്യ ഗുണങ്ങളിൽ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു പച്ചക്കറിയാണല്ലോ. പ്രത്യേകിച്ച് പ്രതിരോധ ശക്തി കൂടാൻ വളരെ നല്ലൊരു സംഭവമാണ് നമ്മുടെ പപ്പായ കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിലും കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ അവർക്ക് പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ പപ്പായ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിതാ ഓമക്കായ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഞാൻ പപ്പായ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പപ്പായ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഒന്നായാലും മതി, വലുതും ഒന്നായാലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം കൊണ്ട് ഞാനൊരു പച്ചടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, പപ്പായ കൊണ്ട് പച്ചടി. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുള്ളൂ കേട്ടോ. അടിപൊളി സൂപ്പർ പച്ചടിയാണ്. അപ്പോൾ അതാ വീഡിയോ കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓമക്കായൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്, തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ, അതിലൊന്ന് ചിരകിയെടുത്താലും മതി. ഇത് എൻ്റെ അടുത്ത് ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ആക്കിയത്. വലുതാകുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോവില്ല, ചെറുതാവുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിട്ടിരിക്കുന്നത്. എന്നാലും ഈ ഒരു ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റാണ് ക്യാരറ്റും കൂടി ആകുമ്പോൾ കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അപ്പോൾ ഇതിന് ഇനി തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകാം നമുക്ക്. അപ്പോൾ ഞാൻ അതാ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ പച്ചമുളകും എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കാനുള്ള ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് വരിക. ഒന്ന് ചതച്ചാൽ മതി, അധികം അരഞ്ഞു പോവരുത്. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവായാൽ മതി. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം കേട്ടോ. ഉപ്പേരിയല്ല, തോരൻ. അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി. അതിലാണ് തോരൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് ഞാനിതാ നമ്മുടെ അരച്ച് വെച്ച ആ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. കുറേ നേരമൊന്നും നമ്മൾ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറിവേപ്പില ഇട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ആയതുകൊണ്ട് അടിയിൽ പിടിക്കും, നമ്മളൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ഉപ്പേരി തയ്യാറാക്കുമ്പോൾ ഇതേപോലെ തോരൻ പോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ തന്നെ അവർ കഴിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ പപ്പായ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുക. കഷ്ണം മുറിച്ചിടുമ്പോൾ പ്രത്യേകിച്ച് കിടക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന, നമുക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനും കൂടിയാണ് കേട്ടോ. സൂപ്പറായിട്ടില്ല ഇങ്ങനെ കാണാനായിട്ട് തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ ചിരകിയെടുക്കാൻ ശ്രമിക്കുക. വലിയ ഹോളിൽ ചിരകുകയാണെങ്കിലും ഒന്നുകൂടി നന്നാവും. അപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ട് ഞാൻ ചിരകി വെച്ച് നമ്മുടെ പപ്പായൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിന് ആവശ്യമുള്ള ഉപ്പും. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. എല്ലാവിടെയും ഉപ്പും പിടിക്കും, എല്ലാവിടെയും ആ തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഉപ്പും അതുപോലെ ആ തേങ്ങാൻ്റെ അരപ്പും എല്ലാവിടെയും ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അധികം എരിവ് വേണ്ടാത്ത കുട്ടികൾക്ക് കുറച്ച് പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് ചേർക്കരുത്, അപ്പോൾ എരിവായിട്ട് തോന്നും. അപ്പോൾ ഈ പപ്പായയുടെ അപ്പോൾ ഈ തേങ്ങയും കൂടി ആകുമ്പോൾ വയറ്റിക്ക് ചെന്നാൽ, കുട്ടികൾ വയറ്റിൽ ചെന്നാൽ വളരെ നല്ലതാണ് തേങ്ങ കഴിക്കുന്നത്. കുട്ടികളായാലും നമ്മളായാലും തേങ്ങ എല്ലാത്തിലും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരത്തി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടച്ച് വെക്കേണ്ട. കാരണം ഇതിന് ആവി ഇറങ്ങുമ്പോൾ അത് ഒന്നുകൂടി ഒന്ന് കുഴഞ്ഞ രീതിയിലാകും. കാരണം ഇത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തോട്ട് തന്നെ ഒന്ന് കുഴഞ്ഞ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട കേട്ടോ. തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് പരത്തി ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് വെന്തിട്ടോ. കാരണം ഇത് നൈസായിട്ടാണല്ലോ അരിഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് 2-3 ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ തോരൻ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ, ആ ഒരു വെള്ളമയമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കാരണം തേങ്ങ ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് അടിയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ സൂപ്പർ തോരനാണ്. കുട്ടികൾക്ക് ഓമക്കായ പപ്പായ മാത്രം വെച്ച് കൊടുക്കാതെ ഇത് രണ്ടും കൂടിയായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അവരെന്തായാലും കഴിക്കുന്നത് തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. പപ്പായയും ക്യാരറ്റും രണ്ടും ഒരുപാട് ഗുണങ്ങളുള്ള പച്ചക്കറികളാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറക്കരുത്, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.